അങ്ങാടിപ്പുറം തട്ടാരക്കാട്ടെ പുതുക്കുടി ഉമ്മു സൽമ മുഹമ്മദ് അലി ദമ്പതികളുടെ പാടശേഖരത്തിലെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വിവിധ കാർഷിക വിളകളാൽ സമ്പന്നമാണ് ഈ ദമ്പതികളുടെ കൃഷിയിടം. കാണാം റിപ്പോർട്ട്. പൂരനഗരിയായ അങ്ങാടിപ്പുറത്ത് വീണ്ടും കൃഷിയിടത്തിൽ പൊടിപൂരവുമായി കർഷക ദമ്പതികൾ. അങ്ങാടിപ്പുറം തട്ടാരക്കാട് എം മദ്രസക്ക് സമീപം പുതുക്കുടി ഉമ്മു സൽമ മുഹമ്മദ് അലി എന്നിവരുടെ പാടത്താണ് വീണ്ടും വിളവെടുപ്പിന്റെ മഹോത്സവം നടന്നത്. അങ്ങാടിപ്പുറം 16-ാം വാർഡ് പൊന്മണി കൃഷിക്കൂട്ടത്തിന്റെയും പൊന്മണി ജയൽജിയുടെയും വത്തക്ക വിളവെടുപ്പാണ് അതിഗംഭീരമായി നടന്നത്. രാവിലെ മുതൽ ഞാനും ഹസ്ബൻഡും പാടത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് വെയിലുമില്ല, മഴയില്ല. ഞങ്ങൾക്ക് ഇതൊരു ഹോബിയായി ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള കൃഷികൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിനൊരു സംതൃപ്തി ഇല്ല. എന്താ വെച്ചാൽ ഇതിലിങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ പ്രവർത്തിച്ച് ഈ പാടത്ത് നമ്മൾ വരുമ്പോൾ ഈ പൂക്കളും കായകളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളത് മറക്കും. പിന്നെ ശരീരത്തിന് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ നമുക്കൊരു അസുഖം തോന്നുന്നില്ല. വീട്ടിൽ പോയാലുള്ളൂ എവിടെയെങ്കിലും വല്ല വേദന കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ നമുക്ക് അറിയണത്. പക്ഷെ എന്നാലും നമുക്കും കഴിക്കാം, നമ്മളെ കുടുംബത്തിനും കഴിക്കാം, നമ്മളെ അയൽവാസികൾക്കും കഴിക്കാം. പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ പിന്നെ പച്ചക്കറികളും ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങോട്ട് തന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എടുത്ത് വെക്കണം, അപ്പം എത്താൻ കഴിയാത്തവർ അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ പറയുന്നുണ്ട്. രാവിലെ 10 മണിക്ക് പെരിന്തൽമണ്ണ കൃഷി അസിസ്റ്റന്റ് റജീന കെയുടെയും അങ്ങാടിപ്പുറം സർവീസ് ബാങ്ക് പ്രസിഡന്റ് സുനിൽ ബാബുവിന്റെയും സാന്നിധ്യത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. പൊന്മണി കൃഷിക്കൂട്ടത്തിൻ്റെ വിളവെടുപ്പിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങാടിപ്പുറം കൃഷിഭവൻ്റെ പരിധിയിൽപ്പെട്ട തട്ടേരക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരാണ്. നമ്മൾ കൃഷി വകുപ്പിൻ്റെ ആനുകൂല്യം അതുപോലെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ആനുകൂല്യം മാക്സിമം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇവരുടെ ഒരു കൃഷിയുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവർ പലതരം കൃഷികൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വിലയിടിവിനെയൊക്കെ നന്നായിട്ട് ചെറുക്കാൻ കഴിയുന്നുണ്ട്. ഇവരിപ്പോൾ തന്നെ നമ്മളെ ഫീൽഡ് നോക്കിയാൽ അറിയാം. തണ്ണിമത്തനുണ്ട്, ഷമാമുണ്ട്, പച്ചക്കറി ഉണ്ട്, പയറുണ്ട്, അങ്ങനെ പല വിളകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിപണിയെ പിടിച്ചു നിർത്താനും നല്ല രീതിയിൽ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്ലോക്കിൽ തന്നെ അല്ല ജില്ലയിൽ തന്നെ ഉള്ള കർഷകർക്ക് ഒരു മാതൃകയാണ്. അപ്പോൾ നമ്മൾ ഇവരെ പൊന്മണി കൃഷിക്കൂട്ടത്തിന് നമ്മളൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, അതായത് നമ്മളെ പ്രോസസ്സിങ്ങിലോട്ട് ഇവർക്ക് ഇപ്പോൾ കൃഷിയിടത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, അവർക്ക് വിപണിയിൽ കിട്ടുന്ന വിലക്ക് വിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മുക്തി നേടാനാണ് നമ്മൾ വാല്യൂ അഡീഷൻ ആ രീതിയിലോട്ട് പോകാൻ ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊന്മണി കൃഷിക്കൂട്ടത്തിന് പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്കൊരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 50,000 രൂപക്ക് അതിലെന്തൊക്കെ വാങ്ങിച്ച ഡ്രയർ അല്ലേ, അതുപോലത്തെ ഉള്ള മില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് വാല്യൂ അഡീഷൻ ചെയ്ത് കുറച്ച് കാലം കൂടെ സൂക്ഷിച്ച് മാർക്കറ്റിൽ വില ഉണ്ടാകുന്ന സമയത്ത് വിൽക്കാൻ സാധിക്കും. ഇത് നമ്മുടെ മൊമാലിയാക്കൻ്റെ ഫീൽഡിലുള്ള സോളാർ പാനലാണ്. ഇത് നമ്മുടെ PM കുസും എന്നുള്ള പദ്ധതി കേന്ദ്ര സർക്കാരും കൃഷി വകുപ്പും കൂടെ ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഇത് കാണുന്നത്. കൃഷി വകുപ്പിൻ്റെ സൗജന്യ വൈദ്യുതിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്ത് നിലവിൽ സൗജന്യ വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് നമ്മൾ അനർട്ട് വഴി സോളാർ പാനൽ സ്ഥാപിച്ച് നൽകുന്നുണ്ട്. അതുവഴി അവർക്ക് വൈദ്യുതി ഈ പമ്പ് ജലസേചനത്തിനുള്ള പമ്പിനുള്ള വൈദ്യുതി ലഭിക്കും. അതുപോലെ എക്സ്ട്രാ വരുന്ന വൈദ്യുതി അവർക്ക് KCBക്ക് കൊടുത്ത് അത് അവർ KCB തിരിച്ചെടുക്കുകയും ചെയ്യും. സൗജന്യ വൈദ്യുതിയിൽ ഉൾപ്പെട്ട എല്ലാ കർഷകർക്കും കൃഷിഭവനിൽ അപേക്ഷ നൽകാം. അവർക്ക് ഈ പദ്ധതി നേടിയെടുക്കാവുന്ന ഇതുപോലെ ഒരു പാനൽ വെക്കാൻ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലം വേണം. അതാണ് ഇതിന് വേണ്ട ഒരു കാര്യം. ബാക്കി എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട്. പാനലും കാര്യങ്ങളും അതിൻ്റെ ഇൻസ്റ്റാളേഷനും ഒക്കെ ഫ്രീ ആണ്. നിങ്ങൾ എന്ത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃഷിഭവനായിട്ടൊന്ന് ബന്ധപ്പെടുക. മിക്കവാറും എല്ലാ കൃഷികൾക്കും നമ്മൾ സഹായം അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങാടിപ്പുറം കൃഷിഭവൻ അഗ്രോ സർവീസ് അംഗം സിമി ഷൈനി, അങ്ങാടിപ്പുറം CDS പ്രസിഡന്റ് നൗറ, ശ്രീജ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ ജിനി, ജീന, ഓവർസിയർ പിസീനത്ത്, അയൽക്കൂട്ട അംഗങ്ങൾ, മുൻ വൈസ് പ്രസിഡന്റ് ബേബി ചായൻ, മുൻ പഞ്ചായത്ത് അംഗം ബഷീർ, അയൽക്കൂട്ട അംഗങ്ങൾ, കൃഷിക്കൂട്ട അംഗങ്ങൾ കൂടാതെ JLG അംഗങ്ങളും മറ്റു പ്രമുഖ വ്യക്തികളും നല്ലവരായ നാട്ടുകാരും വിളവെടുപ്പ് മഹോത്സവമാക്കി. സൽമാത്ത എന്ന് പറയുന്നത് ഒരു മാതൃകാ കർഷകയാണ്. എനിക്കൊരു 16 വർഷമായിട്ടുള്ള പരിചയമാണ് അന്ന് മുതലും. കാരണം സൽമാത്താനെ എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രോഗ്രാമിനാണെങ്കിലും പാടത്തുനിന്ന് കയറി വരുന്നതാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. ഏതൊരു തരം കൃഷിയെക്കുറിച്ച് ചോദിച്ചാലും സൽമാത്താക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാം. സൽമാത്താനെ എല്ലാവരും മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സൽമാത്താക്കുട്ടും പൊന്മണി JLG എന്നുള്ള രീതിയിലൊരു JLG ആണ് ഉള്ളത്. വേനൽ മധുരം എന്ന് പറഞ്ഞ ഇതിലാണ് ഒരു വത്തക്ക കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് കൃത്യത
രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 45,000 രൂപ ഇവർക്ക് ആ JLGക്ക് പാസ്സായിട്ടുണ്ട്. അതിൽ പകുതി പൈസയാണ് ഇപ്പോൾ 1ാം ഘട്ടം എന്നുള്ള രീതിയിൽ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഒറ്റയ്ക്കാണെങ്കിലും പച്ചക്കറികളും ഒക്കെ നന്നായി കൃഷി ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് പൊന്മണി JLG. കുടുംബശ്രീയുടെ വനിതാ കൂട്ടായ്മയാണ് സംഘകൃഷി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവരുടെ ഗ്രൂപ്പ് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നമ്മൾ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ അതുമാതിരി കൃഷി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഏരിയ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ലോണൊക്കെ എടുക്കുന്ന സമയത്താണ് നമ്മൾ സബ്സിഡി കൊടുക്കും. പിന്നെ ഇപ്പം ഇതുമാതിരി നമ്മൾ പ്രത്യേക ഫണ്ടുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും അറിയിക്കണവും കൊടുക്കണമുണ്ട്. വത്ത, മുസാക്ക, ആരോഗി, ജിയ, വൈശാഖ, ഓറഞ്ച് മഞ്ച് കൂടാതെ പയറിനങ്ങൾ മീറ്റർ പയർ, വയലറ്റ് പയർ, പച്ചക്കുറ്റിപ്പയർ, വെണ്ട, മത്തൻ, വെള്ളരി, കിയാർ, ഷമാം, ചിരങ്ങ, ചീരകൾ, കുമ്പളം കൂടാതെ വരാൽ മത്സ്യം, കോഴി, താറാവ് ഇവയ്ക്കു പുറമെ വെറൈറ്റി ഫ്രൂട്ട്സുകളും ഇവരുടെ കൃഷിയിടത്തിൽ സജീവമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.